കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് കോടതിയിൽ നൽകി. പരാതികൾ നോഡൽ ഓഫീസർമാർക്ക് കൈമാറാമെന്ന് കോടതി. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാത്തവർക്കും SITക്ക് പരാതി നൽകാം. പുതിയ പരാതികൾ നോഡൽ ഓഫീസർക്ക് മുന്നിൽ ജനുവരി 31 വരെയും നൽകാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്ന ആവശ്യവുമായി നടി രഞ്ജിനിയും കോടതിയെ സമീപിച്ചു. വിശദാംശങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുന്നു. ഹരികൃഷ്ണൻ, നേരത്തെ നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പിന്നാലെ പല പ്രമുഖർക്കെതിരെയും കേസുകൾ എടുത്തതാണ്. നടനും MLAയുമായിട്ടുള്ള മുകേഷ്, സിദ്ദിഖ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബുരാജ് ഉൾപ്പെടെ പല പ്രമുഖരും ഈ കേസിൽ ഉൾപ്പെട്ടിരുന്നു. പല പ്രമുഖർക്കെതിരെയും കേസെടുത്തിരുന്നു. പക്ഷെ നിലവിൽ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം 50 പേർക്കെതിരെ കേസെടുത്തു എന്ന് പറയുന്നു. 4 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കിയെന്ന് പറയുന്നു. ഇത് ഏതൊക്കെ കേസുകളാണെന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടോ ഹരികൃഷ്ണൻ? സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു കോളിളക്കം സൃഷ്ടിക്കുക തന്നെയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വലിയ താരനിര തന്നെയായിരുന്നു ഈ കേസുകളിലൊക്കെ തന്നെ അകപ്പെട്ടിരുന്നത്. അതിൽ ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിൽ തന്നെ 9 കേസുകളോളം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 50 കേസുകളിൽ 4 എണ്ണമാണ് കൃത്യമായി പൂർത്തിയാക്കിക്കൊണ്ട് സർക്കാർ കേസ് അന്വേഷണം നൽകിയിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നോഡൽ ഓഫീസർക്ക് ഉള്ള ഒരു കാര്യം കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടത്, നോഡൽ ഓഫീസർക്ക് മുമ്പാകെ പരാതി നൽകാം എന്നുള്ളത് സംബന്ധിച്ചായിരുന്നു. നേരത്തെ നോഡൽ ഓഫീസർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല നൽകിയിരുന്നത് സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും പരാതികൾ ലഭിക്കുകയാണെങ്കിൽ നോഡൽ ഓഫീസറെ സമീപിക്കാം എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറിക്കൊണ്ട് സാക്ഷികൾ, പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പരാതി നൽകാത്തവർക്ക് നോഡൽ ഓഫീസറെ സമീപിക്കാം. ജനുവരി 31 വരെയാണ് ഇതിനുള്ള കാലാവധി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ നോഡൽ ഓഫീസർക്ക് SITക്ക് മുമ്പാകെ ഇതും പരാതികൾ ഹാജരാക്കാം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത്. അപ്പോൾ ഇതിൽ എടുത്ത് സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യം, ഈ 50 കേസുകളോളം ഉണ്ടെന്ന് പറയുന്നതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് 50 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തുവെന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ 4 കേസുകളുടെ അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം നോഡൽ ഓഫീസറെ നിയമിച്ചിരിക്കുന്നു. നോഡൽ ഓഫീസർക്ക്, അതായത് ഹേമ കമ്മിറ്റിക്ക് പരാതി നൽകാൻ കഴിയാത്തവർക്ക് ഈ നോഡൽ ഓഫീസർക്ക് മുൻപാകെ പരാതി നൽകാമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിനൊപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റിയിലെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കണമെന്ന ആവശ്യവുമായി നടി രഞ്ജിനിയും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹരികൃഷ്ണനിലേക്ക് വീണ്ടും. ഹരികൃഷ്ണൻ, ഇവിടെ ഈ 50 കേസുകൾ എന്ന് പറയുമ്പോൾ ഈ ആലുവ സ്വദേശിനിയായ നടി നൽകിയ പരാതി ഉൾപ്പെടെ ഉണ്ടോ? ആ നടി നൽകിയ പരാതിയിൽ തുടക്കത്തിൽ 7 പേർക്കെതിരെ, അതായത് മുകേഷ്, ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു ഉൾപ്പെടെ 7 പേർക്കെതിരെ പരാതി നൽകുന്നു. പിന്നീട് ബാലചന്ദ്രൻ മേനോനെതിരെ പരാതി നൽകുന്നു. ഒടുവിൽ അവർ കഴിഞ്ഞ ദിവസം നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയ കാര്യം, ഇനി താൻ ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല, തനിക്ക് നീതി കിട്ടില്ല എന്ന് ഉള്ളതിനാൽ തന്നെ ഈ കേസ് അട്ടിമറിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളതിനാൽ ഇനി പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ആ കേസ് ഉൾപ്പെടെയാണോ സർക്കാർ പറയുന്നതനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട 50 കേസുകൾ? അതെ, ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ തന്നെ ഇതിൽ 9 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനുള്ളിൽ തന്നെ ആ കേസുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു സൂചിപ്പിക്കേണ്ടത്. താരങ്ങളായ ഇടവേള ബാബു, മണിയമ്പിള്ള രാജു, ജയസൂര്യ, ബാലചന്ദ്രൻ മേനോൻ ഉൾപ്പെടെയുള്ള താരങ്ങൾക്കെതിരെ ഈ ആലുവ സ്വദേശിനിയായ നടി പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. അതിനുശേഷം തനിക്ക് ആ പരാതി പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും പ്രധാനമായും പറഞ്ഞിരുന്നത് തന്നെ പോക്സോ കേസിൽ ഉൾപ്പെടെ പ്രതിയാക്കും എന്നുള്ളത് പറഞ്ഞിരുന്നു. അതിൽ പ്രത്യേകിച്ച് തന്റെ കുടുംബത്തിന് പ്രത്യേകിച്ച് അതിൽ മോശമാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറാം, അതുകൊണ്ട് താൻ പരാതി പിൻവലിക്കുകയായിരുന്നു എന്നാണ് പിന്നീട് ഈ നടി പറഞ്ഞിരുന്നത്. പക്ഷേ ഈ കേസുകളിൽ, ഈ 50 കേസുകളിൽ ഈ നടിയുടെ കേസ് ഉൾപ്പെടെയുള്ളത് തന്നെയാണ് കൂട്ടുന്നത്. അതിൽ 9 കേസുകളാണ് ഈ നടി നൽകിയ പരാതിയിൽ നിന്നുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിലുള്ളതിൽ നിന്നാണ്, ഈ 50 കേസുകളിൽ നിന്നാണ് 4 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നടി രഞ്ജിനി ഹർജിയിൽ കക്ഷി ചേരൽ നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് റിപ്പോർട്ടിന്റെ
രഹസ്യ സ്വഭാവം മാനിക്കണമെന്നും അത് നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രഞ്ജിനി ഇതിൽ കക്ഷി ചേരൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായി തന്നെ പൂഴ്ത്തിവെച്ചിരിക്കുന്ന പേജുകൾ എത്രയാണ്, അതിൽ 5 പേജുകളോളം പുറത്തു വിട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട അതിലെ രഹസ്യ സ്വഭാവങ്ങളായിക്കോട്ടെ അതെല്ലാം തന്നെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നടി രഞ്ജിനി ഈ കക്ഷി ചേരൽ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പേജുകൾ പുറത്തുവിടണമെന്നുള്ള ആവശ്യവും ശക്തമായി തന്നെ നിൽക്കുകയാണ്. പ്രധാനമായും പോക്സോ കേസുകൾ ഉൾപ്പെടെ, പോക്സോ കുറ്റങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് പ്രത്യേകിച്ച് ആ പേജുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ശക്തമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യവും കൂടി നിലനിൽക്കുകയാണെങ്കിൽ അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട ദിവസത്തോടൊപ്പം തന്നെ ആ പേജുകൾ കൂടി പുറത്തു വരികയാണെങ്കിൽ ഒരു കോളിളക്കം പ്രത്യേകിച്ച് ഉണ്ടാവാനുള്ളൊരു സാധ്യതയും കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി, അങ്ങനെയുള്ള രഹസ്യ വിവരങ്ങൾ കൂടി രഹസ്യമായി തന്നെ സൂക്ഷിക്കണം, അത് നിലനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നടി രഞ്ജിനി ഈ കക്ഷി ചേരൽ ഹർജിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. പ്രധാനമായും ഈ പേജുകൾ എന്തൊക്കെയാണ്, ഇത് തന്നെയാണ് എപ്പോഴും ഒരു ചർച്ചാ വിഷയം. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇതുവരെയും 50 കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നാണ്